ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തിൻ്റെ വിശേഷം? അപ്പോൾ ഇന്ന് ഞാനില്ലേ കുട്ടികൾക്ക് സ്നാക്സൊക്കെ കൊടുക്കുമ്പോൾ വീട്ടിൽ തന്നെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് ആട്ടപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് ആട്ടയും 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ബൗളിലോട്ട് ഞാൻ 1 കപ്പ് പാലെടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള പാലാണ്. അതിലോട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എസൻസ് കുറച്ച് അധികമായാലും ബുദ്ധിമുട്ടില്ല, നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഇൻഹാൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മധുരം ഇപ്പം ഞാനിതിലേക്ക് 2 കപ്പ് ഗോതമ്പും 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം നെയ്യും കൂടി ആഡ് ആക്കുന്നുണ്ട്. വലിയ ടേബിൾ സ്പൂണിൽ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ പഞ്ചസാരയൊക്കെ ഇതിൽ അലിഞ്ഞു പോകണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്താൽ മതി. എന്നിട്ട് മാവിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കിയിട്ടൊന്ന് എടുക്കുക. എന്ന് വെച്ചാൽ കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിലുള്ള മാവ് ഉണ്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതൊരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ റവ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വെട്ട് കേക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടും കയ്യിൽ നല്ല ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലായിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് സ്നാക്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ദിവസത്തേക്കായെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തീ നല്ലോണം ഒന്ന് ചൂടാക്കുക. എന്നിട്ട് മീഡിയമിൽ തീ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളും പുറമെ ഒക്കെ വെന്ത് കിട്ടുന്ന രീതിയിൽ നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. പുറമെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നിന്ന് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ചെറിയ കയ്യിൽ തന്നെ ഇങ്ങനെ നുള്ളി പറക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ എല്ലാം മൊത്തത്തിൽ അങ്ങ് ഫ്രൈ ആക്കിയിട്ട് ഞാൻ ഇതൊരു ടിന്നിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കവറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ടിന്നിൽ വെച്ച് കൊടുത്തിട്ടാണ് ഉള്ളത്. കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ട് നോക്കാം ഇതിൻ്റെ ക്രിസ്പിനെസ് ഉണ്ടോ പോയിനോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടും ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ തുറന്ന് നോക്കിയിട്ട് ഞങ്ങൾക്കിത് കാട്ടുന്നത്. നല്ല പുറമേന്ന് നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ നിന്ന് നല്ല സോഫ്റ്റും കൂടി ആയിട്ടുണ്ട്. പിന്നെ എനിക്കിതൊരു 4 ദിവസത്തോളം ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 ദിവസത്തിലും ഇതേപോലെയാണ് ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് നല്ല ഒരു ടേസ്റ്റും കൂടിയാണ്. എപ്പോഴും നമുക്കിങ്ങനെ ബേക്കറിയൊക്കെ കൊടുക്കാണ്. ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് കട്ടാക്കി ഇട്ട് കൊടുത്താൽ അതിലൊരു കറുപ്പ് പോലെ ഒന്ന് ആപ്പിളൊക്കെ കട്ടാക്കിയിട്ട് കൊടുത്താൽ അതിൻ്റെ നിറമൊക്കെ മാറിയിട്ട് അത് അവർ കഴിക്കൂല. പിന്നെ ബനാന അങ്ങനത്തെ എന്തെങ്കിലും കൊടുത്താൽ അതിങ്ങനെ മൂടി വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ തൊലിയും കറുത്ത് കളയും. അപ്പോൾ അങ്ങനെ കൊടുക്കാനും പറ്റുന്നില്ല. പിന്നെ എന്താ കഴിക്കുക? പിന്നെ ഈ സ്നാക്സ് ഇപ്പോൾ നിർബന്ധമാണല്ലോ സ്കൂളിലോട്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ നമുക്ക് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ആട്ടപ്പൊടി കൊണ്ടോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ എന്തായാലും മധുരം ഉണ്ടാവാതിരിക്കില്ല. മധുരം ചെറുതായിട്ട് ഉണ്ടാവും. പക്ഷെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് അൺഹെൽത്തി ആവില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്